സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 5 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തീരപ്രദേശങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നതിനിടെ 5 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം തീരങ്ങളിൽ അടക്കം തന്നെ ഓറഞ്ച് അലർട്ടാണ് ഉള്ളത്. വിവരങ്ങൾ എങ്ങനെയാണ്? സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. ഇന്ന് 5 ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. വളരെ ജാഗ്രത പുലർത്തേണ്ടത് വടക്കൻ കേരളത്തിലാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതായത് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. അതിനു പുറമെ പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയാണ് എല്ലാ മേഖലകളിലും ഉണ്ടാകുന്നത് എന്നുള്ള മുന്നറിയിപ്പുണ്ട്. കാലവർഷം കഴിഞ്ഞ ദിവസം തന്നെ എത്തിയതിനെ തുടർന്നുള്ള ശക്തമായ മഴയാണ് ഉണ്ടാകുന്നത്. ഏതായാലും ഈ ഒരാഴ്ചക്കാലം അതിശക്തമായ മഴ നീളും എന്നുള്ള കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങളിൽ പങ്കെടുത്തതിനു ശേഷം മന്ത്രി കെ രാജനടക്കം വ്യക്തമാക്കിയത് ഇനി ജൂൺ തുടങ്ങുന്നത് വരെ അതിശക്തമായ മഴയുണ്ടാകും. കടുത്ത് വരാനിരിക്കുന്ന ഇനി ഒരു 10 ദിവസത്തേക്ക് കാര്യമായ മഴയുണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ്. അതീവ ജാഗ്രത പുലർത്തേണ്ടത് തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലുമാണ്. ഈ പ്രദേശത്തെല്ലാം മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. തീരദേശ മേഖലകളിൽ വലിയ ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു എന്ന് തന്നെയാണ്. അങ്ങനെയാണ് 5 ജില്ലകൾക്ക് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ നാളെ ഏകദേശം 12 ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. അതായത് കാസർഗോഡ് മുതൽ കോട്ടയം വരെയുള്ള ജില്ലകളിലും പത്തനംതിട്ടയിലുമാണ് റെഡ് അലർട്ട് ഉള്ളത്. കൂടുതലും മലയോര മേഖലകളിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് ഉള്ളത്. മറ്റെല്ലാ ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ്. ലക്ഷദ്വീപ് തീരങ്ങളിലും യെല്ലോ അലർട്ടുണ്ട്. അതേസമയം തന്നെ അടുത്ത വരാനിരിക്കുന്ന ദിവസങ്ങളിലെല്ലാം അതിശക്തമായ മഴ സംസ്ഥാനത്തുടനീളം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുകളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനെല്ലാം പുറമെ തന്നെ വലിയ വ്യാപകമായ നാശനഷ്ടം കഴിഞ്ഞ ദിവസത്തെ മഴയിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തെക്കൻ ഭാഗങ്ങളിൽ കൂടുതൽ കൃഷിനാശമുണ്ട്. 2500 കർഷകരെ തിരുവനന്തപുരത്ത് വരെ മൊത്തം കൃഷി ബാധിച്ചു എന്നാണ് പറയുന്നത്. ഏകദേശം 15 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ വരുന്നുണ്ട്. അതിശക്തമായ മഴയെ തന്നെ പലയിടത്തും മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. തലസ്ഥാനത്തെ നഗരങ്ങളിൽ വർഷങ്ങളായി നിന്ന മരങ്ങൾ പോലും കടപുഴകിയ സാഹചര്യമാണ്. പലയിടത്തും നാശനഷ്ടം, വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും വൈദ്യുതി തിരിച്ച് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതെല്ലാം വളരെ വേഗത്തിൽ നടത്തി വന്നിരുന്നു. ഏതായാലും അതിശക്തമായ മഴ ഇനിയും തുടരും. ജാഗ്രതാ നിർദ്ദേശമാണ് പാലിക്കേണ്ടത്. കൂടുതൽ അപകട സാധ്യതകളുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക ജാഗ്രത നൽകിയിട്ടുണ്ട്. ഏകദേശം 3500-ലധികം നിരവധി ക്യാമ്പുകളും തുടങ്ങുന്ന സാഹചര്യമുണ്ട്. തലസ്ഥാനത്തടക്കം പലയിടത്തും വിവിധ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശമുള്ള സ്ഥലങ്ങളിൽ അതീവ ഗുരുതര സാഹചര്യമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യാമ്പുകളിലേക്ക് മാറാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴ ഇനിയും തുടരും എന്നുള്ള കാര്യം തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഭരണ സംവിധാനങ്ങളും വ്യക്തമാക്കുന്നത്. തീർച്ചയായും വിഷ്ണു, മഴ തുടങ്ങിയിട്ടേയുള്ളൂ. അതിനുള്ളിൽ തന്നെ നിരവധിയായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കള്ളക്കടലിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും തീരദേശ മേഖലകളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ മത്സ്യബന്ധനത്തിനെല്ലാം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന തിരമാല സാധ്യതകളാണ് കാണുന്നത്. വേഗതയേറിയ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം തന്നെ അതിശക്തമായ മഴ ഇനി തുടരുന്നത് കൊണ്ട് തന്നെ പല മേഖലകളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതകളുണ്ട്. തലസ്ഥാനത്ത് പലയിടങ്ങളിലും കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. എന്നാൽ ഈ തലസ്ഥാനത്ത് സാധാരണഗതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ള നഗരപ്രദേശങ്ങളിൽ ഇപ്പോൾ അത്രത്തോളം പ്രശ്നമുണ്ടായിട്ടില്ല. റോഡ് നിർമ്മാണമെല്ലാം പൂർത്തിയായതിനെ തുടർന്നുള്ള നടപടികൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നുണ്ട്. ഏതായാലും ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ട്. നിലവിൽ അപകട നിലയിലേക്കുള്ള അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല
എന്ന് മാത്രം പറയാൻ സാധിക്കും. ഇനിയും ശക്തമായി മഴ 2-3 ദിവസത്തേക്ക് തുടരുമ്പോൾ വെള്ളക്കെട്ട് സാധ്യതകൾ വളരെയധികം ഉയരാനുള്ള ഒരു അവസ്ഥയുണ്ട്. ഏതായാലും ഇതിനെല്ലാം വേണ്ടി ജില്ലാ ഭരണകൂടങ്ങൾ കൃത്യമായ നടപടികൾ എടുത്തു വരികയാണ്. കൂടുതൽ പൂർവ്വകാല ശുചീകരണ പ്രവർത്തനങ്ങൾ അടക്കം ഇപ്പോഴും ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും മഴയെ തുടർന്നുള്ള പ്രശ്നങ്ങളെ, മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കാര്യമായി പരിഗണിക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്യുന്നതായാണ് സർക്കാരിന്റെയും അതോടൊപ്പം ജില്ലാ ഭരണകൂടങ്ങളുടെയും ഭാഗത്തു നിന്നുള്ള വിശദീകരണം. വിഷ്ണു, ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു മഴ കനക്കുന്ന ഒരു സാഹചര്യത്തിൽ കോറികളുടെ പ്രവർത്തനം, ഖനനം തുടങ്ങിയവയിലെല്ലാം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലകളിൽ അടക്കം തന്നെ കർശനമായിട്ടുള്ള നിയന്ത്രണം. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ആളുകൾക്ക് യാത്രാ നിരോധനം അടക്കം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി അല്ലേ? തീർച്ചയായിട്ടും കാലവർഷം എത്തുന്നതോടെ തന്നെ മഴ ശക്തമാകുമ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഈ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിന്റെ ഭാഗമായുള്ള ഒരു മുൻകരുതലിന്റെ കണക്കെടുപ്പാണ്. ആ ഒരു രീതിയിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഏതായാലും ഈ പ്രത്യേകിച്ചും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം ഉള്ള യാത്രകൾക്ക് നിയന്ത്രണമുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലുമുള്ള രാത്രി യാത്രകൾ ഒഴിവാക്കണമെന്നുള്ളൊരു ആവശ്യം, അത് നിർദ്ദേശമുണ്ട്. അതേസമയം തന്നെ അവിടെ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകളെ കടത്തിവിടാതിരിക്കാനുള്ള ഒരു ജാഗ്രതയും പുലർത്തിയിട്ടുണ്ട്. ഏതായാലും ശക്തമായ നിരീക്ഷണം ഇതിന്റെ ഭാഗമുണ്ട്. NDRF സംഘങ്ങൾ 9 സംഘങ്ങൾ അടുത്ത ജൂൺ 2 തന്നെ തയ്യാറാകുമെന്നുള്ള കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 2 സംഘമാണ് ഉള്ളത്. തൃശ്ശൂരിലാണ് ക്യാമ്പിംഗ് നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇനി കൂടുതൽ NDRF സംഘങ്ങളുടെ ആവശ്യം വന്നാൽ വളരെ വേഗത്തിൽ തന്നെ എത്തിക്കാനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പലയിടത്തും ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. ആവശ്യമെങ്കിൽ എന്ത് സാഹചര്യവും നേരിടാൻ ജില്ലാ നേതൃത്വങ്ങൾ തയ്യാറാണ് എന്നുള്ള കാര്യത്തിലും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ശരി വിഷ്ണു, ഇപ്പോൾ അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, കോഴിക്കോടിന്റെ മലയോര മേഖലകളിലെല്ലാം തന്നെ ശക്തമായ മഴ പെയ്യുകയാണ്. നിലവിൽ ഈ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കോഴിക്കോട് ജില്ലയിൽ അടക്കം തന്നെ റെഡ് അലർട്ടാണ് നിലവിലുള്ളത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും വൃന്ദ, മലയോര മേഖലയിലും അതുപോലെ തന്നെ നഗരങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മഴ കനക്കുകയാണ്. ഇപ്പോൾ മേഘാവൃതമായിരിക്കുന്ന അന്തരീക്ഷമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അല്പസമയത്തിനകം തന്നെ വലിയ രീതിയിലുള്ള മഴ പ്രദേശത്ത് പെയ്യും എന്ന് തന്നെ കരുതാം. അതോടൊപ്പം തന്നെ ഈ നഗരത്തിൽ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകളെല്ലാം അതിരൂക്ഷമായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് മാവൂർ റോഡിലാണ്. മാവൂർ റോഡിൽ ഇന്നലെ എല്ലാം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ ഈ പ്രദേശത്തെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം താന്ന് കിടക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. പക്ഷേ ഈ മഴ തുടരുന്ന, അതായത് ഇന്നലത്തെ പോലെ തന്നെ ഇന്നലെ രാത്രിയെല്ലാം മഴയ്ക്ക് ചെറിയൊരു ശമനം ഉണ്ടെങ്കിൽ പോലും ഇന്ന് വീണ്ടും മഴ കനക്കുന്ന ഒരു സാധ്യതയാണ് ഉള്ളത്. ജില്ലയിലെല്ലാം തന്നെ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും മഴ പെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ മാവൂർ റോഡിലും അതുപോലെ തന്നെ ജാഫർ ഖാൻ കോളനി റോഡ്, അതോടൊപ്പം തന്നെ അശോകപുരം, മാനാഞ്ചിറ റോഡ് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് അതിരൂക്ഷമാവാനും കടകളിലേക്കടക്കം ഈ വെള്ളം കയറാനുമുള്ളൊരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അശോകപുരം ഭാഗത്തേക്കെല്ലാം തന്നെ നിരപ്പായ സ്ഥലമാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം വീടുകളെല്ലാം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തേക്കെല്ലാം തന്നെ ഈ സ്ഥലത്തുള്ള വീടുകളിലേക്കെല്ലാം വെള്ളം ഇരച്ചു കയറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നേരത്തെയും കോർപ്പറേഷനിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ മഴ കനക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വെള്ളക്കെട്ടുകൾ രൂക്ഷമാവാനും അതുകൊണ്ട് തന്നെ ഡ്രൈനേജ് പോലുള്ളവ വൃത്തിയാക്കി അതിന് വേണ്ട സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ കോർപ്പറേഷന് മുൻപാകെ ശ്രദ്ധ തിരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും കൈക്കൊണ്ടില്ല എന്നുള്ളൊരു ആരോപണവും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയരുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വലിയ രീതിയിലൊരു കാറ്റ് വീശുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ ഒരു ഇടിമിന്നലും ഇന്ന് രാവിലെ മുതൽ പ്രദേശത്തുണ്ട്. അതോടൊപ്പം മലയോര മേഖലയിൽ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മലയോര മേഖലയിൽ ഇപ്പോഴും മഴ കനക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് മലയോര മേഖലയിൽ ശക്തമായ കാറ്റും അതോടൊപ്പം തന്നെ ഇടിമിന്നലും മഴയും ഉള്ള ഒരു സാഹചര്യത്തിൽ വൈദ്യുതി പോസ്റ്റുകളെല്ലാം തന്നെ ഇടിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയും അതോടൊപ്പം തന്നെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോഴും മലയോര മേഖലയിലെ തോട്ടുമുക്കം, അതോടൊപ്പം തന്നെ കൂടരഞ്ഞി, ചെറുവാടി, ഗോതമ്പ് റോഡ് തുടങ്ങിയ ഇടങ്ങളിൽ, തോട്ടുമുക്കം തുടങ്ങിയ ഇടങ്ങളിലൊന്നും തന്നെ ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ രാത്രിയിൽ ഉൾപ്പെടെ മലയോര മേഖലയിലെ നിരവധി
നിരവധി കുടുംബങ്ങൾ ഈ ഇരുട്ടിൽ തന്നെ കഴിയുന്ന ഒരു സ്ഥിതിയാണുള്ളത്. കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ വൈദ്യുതി എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണം. നമുക്കറിയാം മഴയുള്ള സമയത്ത്, മഴയും കാറ്റുമുള്ള സമയത്ത് എന്തും സംഭവിക്കാം. മലയോര പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാറ്റും മഴയുള്ള സമയം ഈ മരങ്ങൾ മുറിഞ്ഞു വീഴാനും അതോടൊപ്പം തന്നെ മേൽക്കൂരയിൽ അടക്കം വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ താമരശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം മരം മുറിഞ്ഞു വീണ് ഗതാഗത തടസ്സം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വാഹനങ്ങൾ ചാലിലേക്ക് മറിഞ്ഞു വീഴുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ഏകദേശം ഒരു 2 മണിയോട് ഇപ്പോൾ ഉള്ളത്. കാരണം താമരശ്ശേരി ചുരത്തിൽ വലിയ രീതിയിലുള്ള ശക്തമായ മഴയും അതോടൊപ്പം തന്നെ നല്ല മഞ്ഞ് വീഴുന്ന ഒരു കാലാവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ചുരം കയറുന്നവർ ഏറെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയം തന്നെയാണ്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലേക്കുള്ള യാത്രാ സഞ്ചാരികളും വലിയ രീതിയിൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയം തന്നെയാണ്. കാരണം മലയോര മേഖലയിലെല്ലാം സമാന സ്ഥിതിയാണുള്ളത്. മഞ്ഞും അതോടൊപ്പം തന്നെ കനത്ത മഴയും നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അതോടൊപ്പം തന്നെ അധികൃതർ എല്ലാം തന്നെ ഈ ബീച്ചും അതോടൊപ്പം തന്നെ കിണർ വൃത്തിയാക്കുന്നതിനും ഈ ഇത്തരത്തിലുള്ള കക്കടംപോയിൽ അതുപോലെ തന്നെ മറ്റ് പതഞ്ചയം പോലുള്ള വെള്ളച്ചാട്ടങ്ങളിലേക്ക് ഇറങ്ങുന്നവർ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വെള്ളക്കെട്ടുകളിലേക്ക് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം പതഞ്ചയത്ത് ഇതിനു മുൻപും സമാനമായ രീതിയിൽ മഴയില്ലാത്ത സമയത്ത് പോലും വെള്ളക്കെട്ടുകളിൽ അപകടത്തിൽപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ അധികൃതർ ഈ വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഗൈഡുകളുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. ഇത്തരത്തിലേക്കുള്ള വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള വഴികളെല്ലാം അടയ്ക്കാനുള്ള ഒരു സാധ്യതയും അതോടൊപ്പം തന്നെ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താനുള്ള സാധ്യതയും നിലവിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ മലയോര മേഖലയിലേക്കും അതോടൊപ്പം തന്നെ താമരശ്ശേരി ചുരം കയറുന്നവരും ഏറെ ശ്രദ്ധ പുലർത്തേണ്ട ഒരു ഘട്ടം തന്നെയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. വൃന്ദ, പിന്നെ ഇന്നലെ നമ്മൾ അതീവ ഗൗരവത്തോടെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത തന്നെയായിരുന്നു മാനാഞ്ചിറ നഗരത്തിന് നടുവിലായി നഗരത്തിന്റെ ഹൃദയഭാഗത്തായി വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു വെള്ളക്കെട്ട് ഇന്നത്തോടെ ഇപ്പോഴും ആ വെള്ളക്കെട്ട് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണോ, അതല്ലെങ്കിൽ നിലവിൽ ആ ഒരു വിഷയത്തിൽ പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? അധികൃതരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ? നിലവിൽ വൃന്ദ, കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഇതിനോടകം വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നേരത്തെയും കോർപ്പറേഷൻ ഇത് സംബന്ധിച്ച ഒരു വിവരവും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതിനു മുൻപ് തന്നെ ചെറിയൊരു മഴ, നമുക്കറിയാം കാലവർഷം എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷെ അതിനു മുൻപ് തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും മഴ കനക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ മാസം മുതൽ ചെറിയ തോതിൽ മഴ പെയ്ത ഒരു സാഹചര്യത്തിൽ പോലും ഈ LIC റോഡിലെ ബസ് സ്റ്റോപ്പിലാണ് ഈ ഒരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരു ചെറിയ മഴ പെയ്തപ്പോഴേക്കും LIC റോഡിലെ മാനാഞ്ചിറയ്ക്ക് സമീപമുള്ള LIC റോഡിലെ ബസ് സ്റ്റാൻഡിലാണ് ഇത്തരത്തിൽ ഈ ബസ്സുകാർക്ക് ഈ ബസ് കയറാൻ എത്തുന്ന ആളുകൾക്ക് ബസ് കയറാൻ സാധിക്കാത്ത വണ്ണം ഈ വെള്ളം കയറി ചളിയും അതോടൊപ്പം തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ഇത് പലതവണ കോർപ്പറേഷന് മുൻപാകെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കോർപ്പറേഷൻ വേണ്ട വിധത്തിൽ അത് കൈകാര്യം ചെയ്തില്ല. എല്ലാ വർഷവും ഇത് തുടരുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ പരാതിപ്പെടുന്ന ഒരു കാര്യം. പക്ഷേ ഇതിന് വേണ്ട പരിഹാരം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം കോഴിക്കോട് ജില്ലയുടെ ഹൃദയഭാഗത്താണ് ഇത്തരത്തിലുള്ള ഒരു വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത്. മാവൂർ റോഡിലും അതോടൊപ്പം തന്നെ മാനാഞ്ചിറ ഭാഗത്തെ പലയിടങ്ങളിലുമാണ് ഇത്തരത്തിൽ. നമുക്കറിയാം മിഠായിത്തെരുവ് പോലുള്ള ഇടങ്ങളിലേക്ക് നിരവധി ആളുകൾ എത്തിച്ചേരാറുണ്ട്. ഈ മിഠായിത്തെരുവ് ഭാഗങ്ങളിലേക്കും അതോടൊപ്പം തന്നെ LIC റോഡിൽ നിന്നും ഈ വടകര അതുപോലെ തന്നെ കണ്ണൂർ തലശ്ശേരി ഭാഗത്തേക്ക് പോകാനുള്ള ആളുകളെല്ലാം തന്നെ ഈ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ബസ് കയറുന്നത്. പക്ഷേ ഈ ഭാഗത്ത് നിന്നും ബസ് കയറാൻ സാധിക്കാത്ത ആളുകൾ കുറച്ച് മാറി നിന്ന് കിച്ചൺ കോർണറിൽ എത്തിയിട്ടാണ് ബസ് കയറാൻ വേണ്ടി നിൽക്കുന്നത്. പക്ഷേ ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ പോലും ബസ് നിർത്തി തരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ട്. ഈ ആശങ്ക പോലും ഈ വേണ്ട അധികൃതർക്ക് മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും ഇപ്പോഴും ഈ മാനാഞ്ചിറ ഭാഗത്ത് വെള്ളക്കെട്ട് തുടരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. പക്ഷെ ഈ മാവൂർ റോഡിനെ സംബന്ധിച്ചിടത്തോളം മാവൂർ റോഡിൽ ഇപ്പോൾ നിലവിൽ വെള്ളം ഇറങ്ങിയ സാഹചര്യമാണുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയിൽ വലിയ രീതിയിലുള്ളൊരു വെള്ളം മഴ വേണ്ട രീതിയിൽ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നില്ല. കാറ്റും അതോടൊപ്പം തന്നെ ചെറിയ തോതിലുള്ള ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ
ഉണ്ടായിരുന്നില്ല. കാറ്റും അതോടൊപ്പം തന്നെ ചെറിയ തോതിലുള്ള ഒരു ഇടിമിന്നൽ മാത്രമാണ് നഗരത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ഇന്ന് വീണ്ടും മഴ കനക്കുന്ന ഒരു സാഹചര്യം ഉള്ളതിനാൽ തന്നെ മാവൂർ റോഡിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന മാനാഞ്ചിറ ഭാഗത്തെല്ലാം വലിയ തോതിൽ വെള്ളം നിറയാനും കാൽനട യാത്രക്കാർക്കും അതോടൊപ്പം തന്നെ ഈ ചെറുകിട വ്യാപാരികൾക്കടക്കം LIC റോഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള തെരുവോര കച്ചവടക്കാരെ എല്ലാം കഴിഞ്ഞ മാസം ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തെരുവോര കച്ചവടക്കാർ അവിടെ ഇല്ല എന്നുള്ളത് തന്നെ ആശ്വാസകരമാണ്. പക്ഷേ എങ്കിൽ പോലും മാവൂർ റോഡിനെ സംബന്ധിച്ചിടത്തോളം മാവൂർ റോഡിന്റെ നാനാഭാഗത്തും, അതായത് വലത് സൈഡിലും ഇടത് സൈഡിലുമായി നിരവധി കച്ചവടക്കാർ ഉണ്ട്. ഈ ഒരു സ്ഥാപനങ്ങളിലേക്കെല്ലാം തന്നെ വെള്ളം ഇരച്ചു കയറാനുള്ള ഒരു സാധ്യതയും ഈ ഒരു ഘട്ടത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇതിനൊരു നടപടി ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് നഗരം വെള്ളത്തിലാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ കനത്ത മഴയ്ക്കുള്ള ഒരു സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ട് തുടരുകയാണ്. മലയോര മേഖലയിലും അതോടൊപ്പം തന്നെ താമരശ്ശേരി വയനാട് ഭാഗങ്ങളിലേക്ക് പോകുന്നവരും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ബീച്ചുകളിലേക്കുള്ള എല്ലാ പ്രവേശനവും നിയന്ത്രണ വിധേയമായിരിക്കുകയാണ്. കാരണം വെള്ളത്തിന്റെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതും അധികൃതർ തടഞ്ഞിരിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ തുടരുന്നത്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലേക്കുള്ള വിനോദസഞ്ചാര മേഖലകളിലെല്ലാം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വൃന്ദ, തീർച്ചയായും കോഴിക്കോട് നഗരത്തിൽ ശക്തമായ മഴ തുടരുകയാണ്. വെള്ളക്കെട്ട് ഒരു വശത്ത് വലിയ രീതിയിൽ ഒരു പ്രശ്നമായി നിലനിൽക്കുമ്പോൾ മലയോര മേഖലയിൽ അതീവ ജാഗ്രത തുടരണം. പ്രത്യേകിച്ച് മണ്ണിടിച്ചിലെല്ലാം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് മലയോര മേഖലയെ സംബന്ധിച്ച് ഒരു പ്രശ്നത്തിലായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വനത്തിനുള്ളിൽ മഴ പെയ്താൽ ഇത് ഈ തീരദേശത്തുള്ള പുഴയുടെ അരികിൽ വീടുള്ള ആളുകൾക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായും വൃന്ദ, അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കറിയാം മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ വനമേഖലയാണ്. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലും ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയൊരു മഴ പെയ്തപ്പോഴേക്കും മലയോര മേഖലയിൽ തോട്ടുമുക്കം കൂടരഞ്ഞി അതോടൊപ്പം തന്നെ കക്കടംപോയിൽ പോലുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ അനുഭവപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ കോറി പ്രവർത്തനവും ഏറ്റവും കൂടുതലുള്ളത് മലയോര മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലെ ആളുകളെല്ലാം തന്നെ വലിയ ജാഗ്രതയോടുകൂടി തന്നെ നിൽക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ തുടക്കം മുതലേ അധികൃതർ അറിയിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ ആശങ്ക നിറയുന്ന ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നമുക്കറിയാം ഈ മഴ തുടരുന്നത് ഏറ്റവും കൂടുതൽ ആദ്യം മഴയെത്തുക മലയോര മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ ഒരു കാറ്റടിക്കുമ്പോഴേക്കും മരങ്ങൾ വീഴാനും അതോടൊപ്പം തന്നെ മറ്റ് അനിഷ്ടങ്ങൾ സംഭവിക്കാനും ഏറെ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അത്തരൊരു ഘട്ടത്തിലൂടെ മലയോര മേഖലയിലുള്ള ജനതകൾ കടന്നുപോയ ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷെ അതിൽ നിന്നെല്ലാം അതിജീവിച്ചു എന്നുള്ളത് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ മഴ ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ആളുകൾ അതീവ ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് അധികൃതർ അറിയിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലെ കൂടരഞ്ഞി, കൂമ്പാറ തുടങ്ങിയ ഇടങ്ങളിലേക്കെല്ലാം ഈ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു ഘട്ടം തന്നെയാണ്. കാരണം ഈ കൊടികുത്തിമല പോലുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ആളുകൾ ഈ ഒരു സമയത്താണ് എത്തുന്നത്. കാരണം ഈ കോടമഞ്ഞ് പോലുള്ള സംഭവങ്ങളെല്ലാം കാണാനും അതോടൊപ്പം തന്നെ പുതിയ വൈബുകൾ തേടി എത്തുന്നവരെല്ലാം തന്നെ ഈ മലയോര മേഖലയിലൊക്കെയാണ് ഈ ഒരു സമയത്ത് എത്തുന്നത്. പക്ഷേ ഇത്തരത്തിൽ മലയോര മേഖലയിലേക്ക് ഈ നഗരത്തിൽ നിന്നും മലയോര മേഖലയിലേക്ക് എത്തുന്നവർ അതീവ ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം കോടമഞ്ഞ് മൂലം ഒരുപക്ഷെ അവിടെ ഒറ്റപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം കാടാണ്. ഇത്തരത്തിലുള്ള കൊടികുത്തുമല പോലുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം എത്തുമ്പോൾ ഒരു പക്ഷേ ഒറ്റപ്പെടാനും കോടമഞ്ഞിൽ അകപ്പെടാനും അതോടൊപ്പം തന്നെ പലയിടങ്ങളിലേക്കും കക്കാടംപോയിൽ പോലുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം വൈബ് തേടി എത്തുന്നവർ ഏറെ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയം തന്നെയാണ്. ഈ ഒരു സമയം, അതായത് ഈ മഴയുള്ള ഈ ഒരു സമയം മാറ്റിവെക്കണം എന്ന് തന്നെയാണ് അധികൃതർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം. ഏതായാലും ഈ താമരശ്ശേരി ഭാഗത്ത് പോകുന്നവരും വാഹനങ്ങളിൽ പോകുന്നവരെല്ലാം തന്നെ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം തന്നെയാണ്. വൃന്ദ, ശരി അഭിന.